പെട്ടെന്ന് ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അത് ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനായിട്ടാണ്. അതായത് നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകൾ നമ്മൾ ബ്ലൗസിൻ്റെ ചെയ്തിട്ടുണ്ടല്ലോ. പലരും എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ബ്ലൗസ് മാസ്റ്റർ ക്ലാസ് എടുക്കുന്നതിന് പകരം ഇൻഡിവിജ്വൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പം അവർ ഇൻഡിവിജ്വൽ ക്ലാസ് എടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ അവർ ബേസിക് ബ്ലൗസ് മാസ്റ്റർ ക്ലാസ്സിൽ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുറേ സ്റ്റുഡൻസിനെ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ബേസിക് ബ്ലൗസ് മാസ്റ്റർ ക്ലാസ് ഉദ്ദേശിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പാറ്റേൺ ആണ്. പാറ്റേണിനേക്കാൾ ഉപരി നമ്മൾ അത് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഡിസൈൻ നമ്മൾ ചെയ്തിരിക്കുന്നത് കഴുത്ത് നെക്കിറക്കം കൂടിയിട്ട് വരുന്ന ബ്ലൗസാണ്. സെക്കൻഡ് ബ്ലൗസ് നമ്മൾ ചെയ്തിരിക്കുന്നത് കഴുത്ത് പാക്ഡ് ആയിട്ട് വരുന്ന കയറി വരുന്ന ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ പാറ്റേൺ വരുന്നത് ഒരു നെക്ക് ഇറങ്ങിയതും ഒരു നെക്ക് കയറിയതും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരേ ആൾക്ക് തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കഴുത്തിറക്കം കൂടുകയും കുറയുന്നതിനനുസരിച്ച് ഷോൾഡർ എടുക്കുന്നതും കൈക്കുഴി എടുക്കുന്നതും ചെസ്റ്റ് എടുക്കുന്നതൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. അത് കമ്പയർ ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ ബേസിക് ബ്ലൗസ് മാസ്റ്റർ ക്ലാസ്. അപ്പം പലർക്കും അയ്യോ അത് കാണുമ്പോഴത്തേക്ക് അതെടുത്ത് നമ്മൾ ആദ്യമായിട്ട് ഒരു ക്ലാസ് ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് പലരും ഇൻഡിവിജ്വൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അത് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ബേസിക് ബ്ലൗസ് മാസ്റ്റർ ക്ലാസ്സിലേക്ക് പലരും ഇപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ബ്ലൗസ് നന്നായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ബേസിക് ബ്ലൗസ് മാസ്റ്റർ ക്ലാസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഓരോ ഇൻഡിവിജ്വൽ ക്ലാസ് എടുത്തിട്ട് പിന്നെ പൈസ കളയാൻ നിൽക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെട്ടെന്ന് ഈ കാര്യം നിങ്ങളെ അറിയിച്ചത്. താങ്ക്